അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ്. മുട്ടപ്പൊരി കൊണ്ടാണ് ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണാം. മുട്ടപ്പൊരി ഈ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് നിലക്കടല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടു 1/2 ടീസ്പൂണ്, ജീരകം 1/2 ടീസ്പൂണ്, ഉഴുന്നുപരിപ്പ് 1/2 ടീസ്പൂണ്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്യുക, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യുക, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിലരിയുക, സൺഫ്ലവർ ഓയിൽ, കുറച്ച് വറുത്ത നിലക്കടല, 4 ഉണക്കമുളക്, 4 വെളുത്തുള്ളി, മല്ലിയില ചെറുതായിട്ട് മുറിച്ചെടുക്കുക, ഒരു പുളിനാരങ്ങയുടെ പകുതി. നെക്സ്റ്റ് ഈ മുട്ടപ്പൊരി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ കൈ കൊണ്ട് പിഴിഞ്ഞ് എടുക്കുക. അല്ലെങ്കിൽ സ്ട്രെയിനറിലിട്ടിട്ട് അരിച്ച് വെള്ളം കളഞ്ഞാലും മതി. ഒരുപാട് സമയമൊന്നും ഈ മുട്ടപ്പൊരി വെള്ളത്തിൽ വെക്കാൻ പാടില്ല. ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കണം. ഇപ്പം ഞാൻ മുഴുവൻ പൊരിയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് വറുത്ത കടലയുണ്ടല്ലോ, റോസ്റ്റഡ് പീനട്ട്, ഇതും ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതും റെഡിയായി. ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് വറുക്കാത്ത പച്ചക്കടലയാട്ടോ. ഇത് ഈ ഓയിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. അതിനുശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് തക്കാളി വേവിക്കുക. തക്കാളി വെന്ത് കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം പൊരിയിട്ട് കൊടുക്കുക. പൊടിച്ചെടുത്ത പൊടികളും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ച മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഒരു പുളിനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടപ്പൊരി ഉപ്മാവ് റെഡിയായി. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കുക.